ഇന്ന് കാലനെ അന്വേഷിച്ച് നടക്കുന്ന മുഹമ്മദ് റിയാസിന് അവിടെ എന്താണ് പണി, മേസ്ത്രി പണി ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരും. ഒരു ചോദ്യം അവിടെ വരും. ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചത് VS അച്യുതാനന്ദൻ ഗവൺമെന്റ് ആണ് 2010 ഇല്ലേ? ശ്രീ രാജു പി നായർ, ദേശീയപാത 66 നിർമ്മാണം വരുന്ന ഡിസംബറിൽ പൂർത്തിയാകുമെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിട്ടുള്ളത്. ദേശീയപാത വരിക എന്നുള്ളത് എല്ലാ മലയാളികളുടെയും ആവശ്യമാണല്ലോ. നല്ല റോഡിലൂടെ തെക്ക് വടക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്ന കാര്യവുമാണ്. ആര് ഭരിക്കുന്നു എന്നുള്ളത് അക്കാര്യത്തിൽ വിഷയമല്ലതാനും. അങ്ങനെ ഇരിക്കെ അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് UDF തോന്നുന്നുണ്ടോ? 2026 മുമ്പ് ദേശീയപാത പൂർത്തിയാവാൻ പാടില്ല എന്നെന്തെങ്കിലും താല്പര്യമുണ്ടോ? ദേശീയപാതയുടെ കാലനാണ് KC വേണുഗോപാൽ എന്നാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അല്ല, അത് കാലന്മാരെ കണ്ട് ശീലിച്ചവർക്കായിരിക്കും അത്തരത്തിൽ തോന്നുക. കാരണം സ്ഥിരമായിട്ട് കാലന്മാരെ കാണുകയാണല്ലോ. ഈ നാടിൻ്റെ മുഴുവൻ കാലനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗ ജനങ്ങളുടെ ജീവനെടുക്കുമ്പോൾ മനുഷ്യന്, കർഷക തൊഴിലാളികൾ മറ്റു മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, ലഹരി മാഫിയ പിടിമുറുക്കി ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ കൊലപാതകത്തിലേക്ക് അയക്കുമ്പോൾ, പോലീസ് തന്നെ ജാമ്യത്തിലിറങ്ങി വരുന്ന കൊലയാളികൾക്ക് യഥേഷ്ടം സഞ്ചരിച്ച് മനുഷ്യരുടെ ജീവനെടുക്കാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ, വാഹനത്തിലെ നിരത്തുകൾ മുഴുവൻ യാതൊരു സംവിധാനവുമില്ലാതെ ജനങ്ങളുടെ ജീവനെടുക്കുമ്പോൾ ചിലപ്പോൾ കാലനെ കാണുന്നവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത ജനങ്ങളുടെ കാലനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ദേശീയപാത ജനങ്ങളുടെ കാലനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇന്ന് ആ കൂരിയാടുണ്ടായ അപകടത്തിൻ്റെ സമയത്ത് ഒരു പക്ഷേ അത് പിന്നീട് റോഡ് കൊടുക്കുന്ന സമയത്ത്, തുറന്നു കൊടുക്കുന്ന സമയത്താണെങ്കിൽ എത്ര മനുഷ്യരവിടെ മരിക്കുമായിരുന്നു ഇല്ലേ? അപ്പം യഥാർത്ഥ കാലനെ തിരിച്ചറിയാൻ പറ്റാത്ത മുഹമ്മദ് റിയാസിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ വസീഫ് ഇവിടെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ എന്നെ തന്നെ ഒന്ന് പിച്ച് നോക്കുകയായിരുന്നു. കാരണം എത്രമാത്രം ഒരു ഉദാരതയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ആ പാലാരിവട്ടം പാലത്തിൽ പണി പൂർത്തിയാക്കിയത് ഇവരാണ്. എന്നിട്ട് ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 2 ഗർഡർ തമ്മിലുള്ള യോജിപ്പിക്കുന്ന പുതിയ ഒരു സംവിധാനം, അതിന് ചെറിയ പിഴവുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ ആ പാലാരിവട്ടം പാലം പൊളിക്കണം എന്നുള്ളൊരു ഇത് വന്നത്. അന്ന് പൊളിക്കാൻ പോകുമ്പോൾ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ പോയിരുന്നു ഇല്ലേ? ഭാരപരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. ആ ഭാരപരിശോധന പോലും നടത്താൻ സർക്കാർ തയ്യാറാവാതെ ആ പാലാരിവട്ടം പാലം പൊളിച്ചത് ഇബ്രാഹിം കുഞ്ഞെന്ന് പറയുന്ന ഒരാളെ വിജിലൻസ് കേസിൽ പ്രതിയാക്കാൻ വേണ്ടിയിട്ടാണ്. കോടതി ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ജയിലിൽ പോയാണ്. ഒരു മുൻ മന്ത്രി ജയിലിൽ പോയി. എന്തിനായിരുന്നു? പാലാരിവട്ടം പാലത്തെ 2 ഗർഡറുകൾ തമ്മിൽ യോജിപ്പിക്കുന്നിടത്ത് പുതിയ വിദേശ ടെക്നോളജി ഉപയോഗിച്ച് ഒരു പിഴവ് സംഭവിച്ചു. എന്തേ വസീഫിനും DYFIക്കും CPM അന്ന് ഈ ഉദാരമനസ്കത ഇല്ലാതെ പോയത്? അത് കോൺഗ്രസും മുസ്ലിം ലീഗ് ആയതുകൊണ്ടാണോ? ഇപ്പോൾ ഉദാരമനസ്കത ഉണ്ടാവുന്നത് നരേന്ദ്രമോദിയുടെ ഭരണം. അവിടെ ഒരു പ്രശ്നമുള്ളത് ശ്രീ രാജു പി നായർ, പാലാരിവട്ടം പാലം പണിതത് കേരളമാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണല്ലോ. കേരളം തന്നെ അങ്ങോട്ട് ഞങ്ങൾ ഇത് പണിതോളാം, ദേശീയപാത സ്ട്രെച്ചിലെ ഈ പാലം ഞങ്ങൾ പണിതോളാം എന്ന് പറഞ്ഞ് പണിത പാലമാണല്ലോ. ഇപ്പൊ ഈ ദേശീയപാത ഇപ്പൊ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടിഞ്ഞു വീഴുന്നതും ഇടിഞ്ഞു വീഴാത്തതും ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, സംസ്ഥാന സർക്കാരല്ല. അംഗീകരിക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന് തങ്ങളുടെ ഇതിനകത്തുണ്ടായ ഈ ഒരു പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം ഇതിൻ്റെ അഴിമതിയുടെ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് പറയാമല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നുവരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേന്ദ്ര സർക്കാരിനോട് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എന്താ CPMനും പിണറായി വിജയനും അങ്ങനെ ഒരു പരാതി പോലും ഇല്ലാതെയായി പോയത്? നോക്കൂ, അഴിയൂർ ഉള്ള സ്ട്രെച്ച് ആർക്കാ? അദാനിക്കാണ് കിട്ടിയത്. 1838 കോടി രൂപയ്ക്ക് അദാനിക്ക് കിട്ടിയ കരാർ പൂർണ്ണമായിട്ട് 971 കോടിയുടെ കരാറിന് ഉപകരാർ കൊടുത്തു ഇല്ലേ? ഈ സർക്കാരിൻ്റെ പാർട്ട്ണർ ആയതുകൊണ്ടാണോ അവിടെ ആ ഏകദേശം 100% മേൽ ലാഭം കൊയ്ത അദാനിക്കെതിരെ, അല്ലെങ്കിൽ ആ അദാനി എടുത്ത കരാറിനെതിരെ ഒരു അന്വേഷണം നടത്തണം, അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് സംസ്ഥാന സർക്കാരിന് പരാതിയില്ലാത്തത്? അദാനി പാർട്ട്ണർ ആയതുകൊണ്ടാണോ? എന്തുകൊണ്ടാണ് BJPയോട് ഇത്ര വലിയ ഉദാരമനസ്കത? എന്താണ്? അതാണ് മനസ്സിലാവാത്തത്. NHAI ആണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമെന്ന് ഇപ്പോൾ അതിന് ബോധ്യം മുതൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം അത് തങ്ങളുടെ അല്ല, പൂർണ്ണമായിട്ട് ഇത് വന്നത് NHAIയുടെ ആണ്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ട് NHAI വരുമ്പോൾ സ്ഥലമേറ്റെടുത്ത് കൊടുത്തത് റവന്യൂ വകുപ്പാണ് അല്ലേ? സ്ഥലമേറ്റെടുത്ത് കൊടുത്ത റവന്യൂ വകുപ്പാണ്.
ഇന്ന് കാലനെ അന്വേഷിച്ച് നടക്കുന്ന മുഹമ്മദ് റിയാസിന് അവിടെ എന്താണ് പണി, മേസ്തിരി പണി ആയിരുന്നോ എന്നുള്ളൊരു ചോദ്യം വരും. ഒരു ചോദ്യം അവിടെ വരും ഇല്ലേ? അപ്പം മേസ്തിരി പണിയായിരുന്ന റിയാസ് അവിടെ കയറിയിട്ട് റീൽസ് ഇടുന്നു. ഞങ്ങൾക്ക് റീൽസ് ഇടുന്നൊന്നുമല്ല പ്രശ്നം, ഞങ്ങളുടെ നേതാക്കന്മാർ റീൽസ് ഇട്ടവരൊന്നുമല്ല. റീൽസ് ഇട്ട് കിടന്നവരെയൊക്കെ പാലക്കാട് കൊണ്ടുവന്നല്ലോ. അങ്ങനെ പാലക്കാട് റീൽസ് ഇട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു റീൽസ് ഇടുന്നവർക്ക് താഴെ ബന്ധമില്ലാത്തവരാണെന്ന്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ റീൽസ് ഇട്ട് നടക്കുന്നവനല്ലാത്തതുകൊണ്ടാണ് അവിടെ നിങ്ങൾ റീൽസ് ഇട്ടവരെ കൊണ്ടുവന്നത് 3-ാം സ്ഥാനത്ത് പോയതും മിന്നുന്ന വിജയം അവിടെ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം റീൽസ് ഇടുന്നതല്ല പ്രശ്നം. പക്ഷേ ഈ അവകാശമില്ലാത്തതിന് പോയി അവകാശം ഏറ്റെടുക്കാൻ വ്യഗ്രത കാണിക്കുകയും ഈ നാട്ടിൽ മുഴുവൻ ഒന്ന് ആലോചിച്ച് നോക്കാം അഭിലാഷേ, മുഖ്യമന്ത്രി അല്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി മലബാർ മേഖലയിലേക്ക് കടന്നാൽ അപ്പം തന്നെ വാർത്തയല്ലേ, ദാ നേരത്തെ 1.5 മണിക്കൂർ യാത്ര എടുത്ത് 20 മിനിറ്റ് കൊണ്ടെത്തി പിണറായി വിജയന്റെ നേട്ടം ഇല്ലേ? പിണറായി വിജയൻ പോലും പ്രസംഗിക്കുമ്പോൾ പറയുന്നു, പിണറായി വിജയന്റെ നേട്ടമായിട്ട് പറയുന്നു, അത് വീഡിയോ എടുത്ത് ആ വാഹനം വ്യൂഹം പോകുന്ന ഉൾപ്പെടെ മാർക്കറ്റ് ചെയ്ത് നടന്നിരുന്നവർക്ക് ഇന്ന് ദേശീയപാത ഈ എവിടെയാ 100-ന് മേൽ സ്ഥലങ്ങളിൽ വിള്ളലും എല്ലാം ഉണ്ടായപ്പോ ഈ തള്ളൽ നിർത്തിയല്ലോ. ഒരാൾക്കും ഇപ്പൊ ഉത്തരവാദിത്തം വേണ്ടല്ലോ. നമ്മളൊക്കെ തന്നെ ദേശീയപാതയെ സംബന്ധിച്ച് എത്ര പ്രാവശ്യം ചർച്ച നടത്തിയിട്ടുണ്ട് അഭിലാഷ്. ഈ CPM-കാർ എന്ത് വലിയ ഒരു ആവേശത്തിലാണ് ആ ദേശീയപാതയെ കുറിച്ച് പറഞ്ഞത്, വികസന മുടക്കികളായിട്ട് CPM കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞത്. ഭൂമി ഏറ്റെടുക്കൽ പോലും നിർത്തിവെച്ചത് VS അച്യുതാനന്ദനാണ്. ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചത് VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ് 2010 ഇല്ലേ? 2010 ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചതാരാ? VS അച്യുതാനന്ദൻ ഗവൺമെന്റ്. ഞങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ മാന്യമായ സമീപനം എടുക്കുന്നുണ്ടല്ലോ. സർവകക്ഷി യോഗത്തിൽ ഞങ്ങളും ആ നിലപാട് പറഞ്ഞിട്ടുണ്ടെന്ന് മാന്യമായ സമീപനം നടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ CPM-ന് വന്നിട്ട് പച്ചക്കള്ളം പറയുന്നത്? ആർക്കാണ് അപ്പൊ അവകാശവാദം തെറ്റായിട്ട് ഏറ്റെടുക്കേണ്ടത്? ഞാൻ ഉൾപ്പെടെ ചർച്ചയിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സർവകക്ഷി യോഗം 30 മീറ്ററിലേക്ക് ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ VS അച്യുതാനന്ദൻ സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെച്ചു. എന്തുകൊണ്ടാ ഇവരപ്പോഴും കള്ളം പറയുന്നത്? 30 മീറ്റർ എന്ന് CPM ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 45 മീറ്റർ എന്നാണ് പറഞ്ഞിരുന്നത്. കള്ളം പറയുന്നത് എന്താ? അപ്പൊ ദേശീയപാതയുടെ ചരിത്രത്തിലേക്ക് പോയാൽ UPA ഗവൺമെന്റ് എത്ര വേണമെങ്കിൽ പണം കൊടുത്ത് അത് പൂർത്തിയാക്കാൻ നിൽക്കുമ്പോൾ കേരളത്തിന്റെ പൊതുമനസ്സും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ഉൾപ്പെടെ അന്നത്തെ CPM-ന്റെ സർക്കാർ അന്ന് ആ ഭൂമി ഏറ്റെടുക്കൽ നടപടി നിർത്തിവെച്ചു. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നപ്പോഴാണ് ആ 45 മീറ്റർ വെച്ചുകൊണ്ട് മാത്രമേ നടത്താൻ സാധിക്കുള്ള നിലപാടെടുത്തു. കേന്ദ്രം നിലപാടെടുത്തപ്പോൾ അത് അംഗീകരിക്കാതെ തരമില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തത്. അത് ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആ 45 മീറ്ററിനെതിരെ സമരം ചെയ്തതിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന CPM-കാരല്ലേ? പ്രാദേശിക തലത്തിലാണ്. അന്നത്തെ സർവകക്ഷി യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെ 45 മീറ്റർ ആകണം ദേശീയപാത എന്നുള്ളതല്ലേ നിലപാടെടുത്തിട്ടുള്ളത്. അതൊക്കെ അറിയാവുന്ന വസ്തുതയല്ലേ? CPM 30 മീറ്റർ മതി, 45 മീറ്റർ ആണെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യും നിലപാടെടുത്തോ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നു. അത് അങ്ങനത്തെ നിലപാടാണ്. CPM സകല സ്ഥലത്തും പോയിട്ട് 30 മീറ്റർ ആക്കിയിട്ട് സമരം ചെയ്യുന്നു. നേരത്തെ നോക്കൂ, ഗെയിൽ സമരം എന്താ? ഞങ്ങൾ പൂർത്തിയാക്കി. P രാജീവ് അല്ലേ ഈ മലപ്പുറത്ത് വന്നിട്ട് ഭൂമിക്കടിയിൽ കിഴിച്ചുവിട്ട ബോംബാണ് എന്ന് പറയുന്നത്? ഇവര് ഇരട്ടത്താപ്പാണ്. വിഴിഞ്ഞത്ത് ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇരുത്തും, എന്നിട്ട് താഴത്തിരുന്ന് മുഹമ്മദ് റിയാസ് രാജീവ് ചന്ദ്രശേഖരെ കുറ്റപ്പെടുത്തും. ഈ 2 മുഖമാണ് ഇവർക്കുള്ളത്. ആ 2 മുഖമാണ് തെളിഞ്ഞു വരുന്നത്. ശരി.